ഹായ് മക്കളെ, അപ്പൊ ഇന്ന് മിസ് പറയാൻ പോകുന്നത് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് ഒത്തിരി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് എയിലും ചോദിക്കാറുണ്ട്, പാർട്ട് ബിയിൽ എസ്സേ സെക്ഷനിലും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാനിവിടെ നോട്ട്സ് എഴുതിയിട്ടുണ്ട്, ഇത് എഴുതിയെടുക്കണം. ദെൻ നോക്കിക്കോ, എന്താണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ്. നമുക്ക് ഒരു കാര്യം അറിയാം, കമ്മ്യൂട്ടേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 2-3 മെത്തേഡ്സിലെ ഒരു മെത്തേഡാണ്. ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. Interpoles are effective in the commutating zone only. The resultant flux waveforms remains distorted under the pole phase. In order to cancel this distortion, compensating windings are used. എന്ന് പറഞ്ഞാല് എന്താണ് interpoles അല്ലെ? Interpoles are the narrow poles which is connected in between the main pole and the yoke. Yoke എന്ന് പറഞ്ഞാൽ ഔട്ടർ കവറിംഗ് ഇല്ലേ, DC മെഷീന്റെ ഫുൾ കവർ ചെയ്തിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ യോക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ യോക്കിനും മെയിൻ പോൾസിനും ഇടയ്ക്ക് കണക്ട് ചെയ്തിട്ടുള്ള നാരോ പോൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇന്റർപോൾസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ആദ്യമേ ഇന്റർപോൾസ് എന്ന് പറഞ്ഞു. ഇന്റർപോൾസ് ആർ ഇഫക്റ്റീവ് ഇൻ ദി കമ്മ്യൂട്ടേറ്റിംഗ് സോൺ ഓൺലി. ഈ കമ്മ്യൂട്ടേഷൻ നടക്കുന്ന സോണിൽ മാത്രമാണ് ഇന്റർപോൾ ഇഫക്റ്റീവ് ആവുന്നത്. ബിക്കോസ് ഞാൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂട്ടേഷൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ഇംപ്രൂവിംഗ് കമ്മ്യൂട്ടേഷൻ പറഞ്ഞിട്ടില്ല. അതില് ഫസ്റ്റ് മെത്തേഡ് ഞാൻ റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു, സെക്കൻഡ് മെത്തേഡ് വോൾട്ടേജ് കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു, ആൻഡ് ദ തേർഡ് മെത്തേഡ് ഇസ് ദ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്ന് പറഞ്ഞു. ഇതിൽ സെക്കൻഡ് മെത്തേഡ് ആയിട്ടുള്ള വോൾട്ടേജ് കമ്മ്യൂട്ടേഷൻ ചെയ്യുന്ന നമുക്ക് 2-3 ടൈപ്പിൽ വോൾട്ടേജ് കമ്മ്യൂട്ടേഷൻ ചെയ്യാം. അതിലൊരു ടൈപ്പാണ് ഇന്റർപോൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്മ്യൂട്ടേഷൻ ചെയ്യും. അപ്പൊ അതാണ് ഇവിടെ, അതിന്റെ ബേസിസിലാണ് ഈ പറഞ്ഞിട്ടുള്ളത്. Interpoles are effective in the commutating zone only. The resultant flux waveforms remains distorted under the pole phase. ഇപ്പൊ മെയിൻ പോളിന്റെ ഫേസില് എന്താ ഈ റിസൾട്ടന്റ് അവിടെ ഇന്റർപോൾസ് വഴി ഉണ്ടാവുന്ന വേവ് ഫോംസ് ഡിസ്റ്റോർട്ടഡ് ആകും. In order to cancel this distortion, അപ്പൊ ഡിസ്റ്റോർഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റർബൻസ് തന്നെയാണ്. അപ്പൊ ആ ഡിസ്റ്റോർഷൻസിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം അല്ലെ. വി ഷുഡ് അവോയ്ഡ് ദ ഡിസ്റ്റോർഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഏത് ഡിഫറെന്റ് ഡിവൈസ് ആണെങ്കിലും നമ്മൾ ഡിസ്റ്റോർഷൻസ് അവോയ്ഡ് ചെയ്യും. അപ്പൊ in order to cancel this distortion, compensating windings are used. ഈ ഡിസ്റ്റോർഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് യൂസ് ചെയ്യുന്നത്. If a DC machine is subjected to severe overloads or rapidly changing loads, there would be sudden change in the resultant flux. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഹാർമോണിക്സ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഹാർമോണിക്സ് പറഞ്ഞതും ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു സൈനസോഡൽ വേവ് ഫോം നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേന് സൈനസോഡൽ വേവ് ഫോം ആണ് ഫോം ചെയ്യുന്നത്. പക്ഷെ ഓവർലോഡ് അല്ലെങ്കിൽ സഡൻ ആയിട്ട് ലോഡ് ചേഞ്ച് വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, നോൺ സൈനസോഡൽ വേവ് ഫോംസ് ഫോം ചെയ്യും. അങ്ങനെ ഹണ്ടിങ് ഉണ്ടാവും, ഹാർമോണിക്സ് ഫോം ചെയ്യും എന്ന് പറഞ്ഞില്ലേ. അതാണ് ഇവിടെയും പറയുന്നത്. അതുപോലെയാണ് ഇവിടെയും പറയുന്നത്. അത് സിങ്ക്രോണസ് മെഷീൻ, ഇത് DC മെഷീൻ. If a DC machine is subjected to severe overloads, സഡൻ ആയിട്ടുള്ള ഓവർലോഡ്സ് കൊടുക്കുമ്പോൾ എന്തുണ്ടാവും, അവിടെ ഫോം ചെയ്യുന്ന അണ്ടർപോൾസിലുള്ള അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് റാപ്പിഡ്ലി ലോഡ് ചേഞ്ചിന് കറസ്പോണ്ടിങ് ചേഞ്ച് ആവും. അതായത് നോൺ സൈനസോഡൽ തന്നെ ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്ന വേവ് ഫോം. ദിസ് റാപ്പിഡ് ചേഞ്ച് ഇൻ ഫ്ലക്സ് വുഡ് ഇൻഡ്യൂസ് ഹൈ വോൾട്ടേജ് ഇൻ ദ കോയിൽ ഓഫ് ആർമേച്ചർ വൈൻഡിങ്. അപ്പൊ ഈ സഡൻ ആയിട്ടുള്ള ചേഞ്ച്, ഫ്ലക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്തുണ്ടാവും, ഫ്ലക്സ് ഉണ്ടാവുമ്പോഴാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. ഫ്ലക്സ് ഫോം ചെയ്തിട്ട് EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ ദിസ് റാപ്പിഡ് ചേഞ്ച് ഇൻ ഫ്ലക്സ് കോസസ് ഹൈ EMF ഇൻഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും ഇൻ ദ കോയിൽ ഓഫ് ആർമേച്ചർ വൈൻഡിങ്. ആർമേച്ചർ വൈൻഡിങ്ങിലെ കോയിലില് ഹൈ ആയിട്ടുള്ള വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഇഫ് ദിസ് EMF ഇൻ എ കോയിൽ എക്സീഡ്സ് 30 to 40 വോൾട്ട്, അപ്പം ആ ഇൻഡ്യൂസ് ചെയ്ത കോയിലിൽ ഇൻഡ്യൂസ് ചെയ്ത വോൾട്ടേജ് 30 വോൾട്ട് അല്ലെങ്കിൽ എബോവ് 40 വോൾട്ട് ആണെങ്കിൽ അവിടെ ഒരു ആർക്ക് ഫോം ചെയ്യും. ആർക്ക് അപ്പിയേഴ്സ് ബിറ്റ്വീൻ ദ അഡ്ജസന്റ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ്. അപ്പൊ അടുത്തടുത്തിരിക്കുന്ന കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സിന് അക്രോസ് ആയിട്ട് എന്തുണ്ടാവും, ഇതിന്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ദ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ആർക്കസ് ഫോംഡ്. ഇത് നിങ്ങൾ സർക്യൂട്ട് ബ്രേക്കർ, പവർ സിസ്റ്റത്തിലെ സർക്യൂട്ട് ബ്രേക്കർ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. സർക്യൂട്ട് ബ്രേക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുന്നുണ്ട് ഒരു മൂവിംഗ് പോയിന്റും ഫിക്സഡ് പോയിന്റും ഉണ്ട്. ഈ മൂവിംഗ് പോയിന്റിനും ഫിക്സഡ് പോയിന്റിനും ഇടയിലേക്ക് അവിടെ ഒരു അയണൈസേഷൻ ഓഫ് എയർ, അവിടെ ഒരു എയർ ഉണ്ട്. അപ്പം ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വരുമ്പോഴത്തേനും ഈ മൂവിംഗ് പോയിന്റ് ഫിക്സഡ് പോയിന്റ് തമ്മിൽ ടച്ച് ആയിട്ട് എന്താവും, ഇത് മൂവ് എവേ ആവും, മൂവിംഗ് പോയിന്റ് മൂവ് എവേ ആവും. അന്നേരം അവിടത്തെ ആ ഗ്യാപ്പിലുള്ള അയർ അയണൈസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ വേപ്പറൈസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു ആർക്ക് ഫോം ചെയ്യുന്നു പറഞ്ഞില്ലേ.
അതുപോലെ തന്നെയാ ഇവിടെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സിന്റെ ഇടയിൽ എന്തുണ്ടാവും? ഒരു ആർക്ക് ഫോം ചെയ്യും. എപ്പോ? ഹൈ വോൾട്ടേജ് ആകുമ്പോൾ, 40 വോൾട്ടിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ. അതാണ് ഇഫ് ദിസ് EMF in a coil exceeds 30 to 40 volt an arc appears in between the adjacent commutator segments. ആ രണ്ട് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റിന്റെ ഇടയിൽ ഒരു ആർക്ക് അപ്പിയർ ചെയ്യും. Such an arc may extend to nearby segments leading to an arc from brush to brush. അപ്പൊ അങ്ങനെ ഒരു ആർക്ക് ഉണ്ടാവുമ്പോൾ അവിടെ ബ്രഷ് ടു ബ്രഷിലേക്ക് ആർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് ഫ്ലാഷിംഗ്. അവിടെയും പറയുന്നുണ്ട് ഇത് ഫ്ലാഷിംഗ് ആണ്, ആർക്ക് ഫോം ചെയ്യുന്നതിന് സ്പാർക്കിംഗ് എന്നോ ഫ്ലാഷിംഗ് എന്നൊക്കെ സർക്യൂട്ട് ബ്രേക്കറിലും പറയുന്നുണ്ട്. ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് ഫ്ലാഷിംഗ്. would harm commutator surface and may leads to short circuit of DC supply. അപ്പോൾ അത് ഹാം ചെയ്തിട്ട് അങ്ങനത്തെ ഫ്ലാഷിംഗ് ഉണ്ടാവുമ്പോൾ ആ ഫ്ലാഷിംഗ് കാരണം അവിടെ DC സപ്ലൈക്ക് ഷോർട്ട് സർക്യൂട്ട് വരാനും ചാൻസ് ഉണ്ട്. മനസ്സിലായോ? Then അടുത്ത പാരഗ്രാഫ്, compensating windings are used to overcome this problem of flashover by neutralizing the ഇതിനെ MMF എന്ന് പറഞ്ഞ ആർമേച്ചർ MMF ആണ്. MMF is magnetomotive force. അറിയാലോ, മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഉണ്ടാവുന്ന force of the pressure which creates magnetic flux in magnetic circuit is magnetomotive force, MMF. അപ്പൊ നോക്കിക്കോ, അപ്പൊ ഈ വരുന്ന ഫ്ലാഷിങ്ങിനെ അല്ലെങ്കിൽ ഫ്ലാഷ് ഓവർ ഉണ്ടാവുന്നതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് യൂസ് ചെയ്യും. അപ്പൊ ഇനി കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് ആർ യൂസ് ടു ഓവർകം ദിസ് പ്രോബ്ലം ഓഫ് ഫ്ലാഷ് ഓവർ by neutralizing the armature MMF. അപ്പോൾ ആർമേച്ചർ അണ്ടർ പോൾ ഫേസിലുള്ള ആർമേച്ചർ MMF-നെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി, ന്യൂട്രലൈസ് ചെയ്ത് ഫ്ലാഷ് ഓവറിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വൈൻഡിങ് ആണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. സ്ലോട്ട്സ് ആർ കട്ട് ഇൻ ദ പോൾ ഫേസസ്. അല്ലെ, സ്ലോട്ട് ഉണ്ടല്ലോ, ആർമേച്ചർ സ്ലോട്ട്സ് പോൾ ഫേസിൽ കട്ട് ചെയ്യും ആൻഡ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ഇസ് പ്ലേസ്ഡ് ഇൻ ദം. സ്ലോട്ട്സിനെ കട്ട് ചെയ്ത് നമ്മൾ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് അവിടെ പ്ലേസ് ചെയ്യും. അപ്പോൾ ഡിറക്ഷൻ ഓഫ് കറന്റ് ഇൻ ദ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ടു ദ ഡിറക്ഷൻ ഓഫ് കറന്റിന്റെ ആർമേച്ചർ വൈൻഡിങ് ഉണ്ട് പോൾ ഫേസ്. അപ്പോൾ ഈ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിലുള്ള കറന്റിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ആർമേച്ചർ വൈൻഡിങ്ങിലുള്ള കറന്റിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും. Now the compensating winding produces an MMF which is equal and opposite to that produced by the armature winding. അപ്പൊ ആർമേച്ചർ വൈൻഡിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറന്റിന്റെ സെയിം ഈക്വലും ഓപ്പോസിറ്റും എന്ന് പറഞ്ഞാൽ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇപ്പൊ ഞാൻ പറയാം, കൂളംബ് പറയാം, 1 കൂളം ആൻഡ് -1 കൂളം. ഇത് രണ്ടും മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഓപ്പോസിറ്റ് ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. അപ്പൊ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്, ആർമേച്ചർ വൈൻഡിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ സെയിം MMF തന്നെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള MMF കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതെന്ത് ചെയ്യും? ന്യൂട്രലൈസ് ചെയ്യും, അല്ലേ? Now the compensating winding produces an MMF which is equal and opposite to that produced by the armature winding. If in this manner, അടുത്ത പാരഗ്രാഫ് ആണ് കേട്ടോ. In this manner, compensating winding can cancel the effect of armature MMF under pole phase. എല്ലായിടത്തും ഈ പോൾ ഫേസ് എഴുതണമെന്നില്ല കേട്ടോ, ആദ്യമേ അങ്ങ് എഴുതിയാൽ മതി. Under pole phase, now the flux under pole is not distorted and arc and flashing are avoided. അപ്പോ ഇങ്ങനെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്ത് പോകുന്നു. അങ്ങനെ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് വഴി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഉണ്ടാകുന്ന ഫ്ലാഷ് ഓവർ ഓവർകം ചെയ്യാം. ഇത്രേ പറയുന്നുള്ളൂ. ആണെങ്കിൽ ഫുള്ള് ഞാൻ ഒന്നുകൂടി റീഡ് ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്, interpoles are effective in commutators on only. The resultant waveform remains distorted under the pole phase. In order to cancel this distortion, compensating windings are used. If a DC machine is subjected to severe overloads or rapidly changing loads, there would be sudden change in resultant flux under pole. This rapid change in flux would induce high voltage in the coil of armature winding. If this EMF in a coil exceeds 30 to 40, ആ വാല്യൂ മറക്കരുത് കേട്ടോ, 30 to 40 വോൾട്ടിനേക്കാൾ കൂടുതൽ എക്സീഡ് ചെയ്യുമ്പോഴാണ് ഫ്ലാഷ് ഓവർ ഉണ്ടാകുന്നത്. Arc appears between adjacent commutator segments. Such an arc may extend to nearby segment leading to an arc from brush to brush. This phenomenon is called flashing. Would harm commutator surface and may leads to short circuit of DC supply. Compensating windings are used to overcome this problem of flashover by neutralizing the armature MMF under pole phase. Slots are cut in the pole phase and compensating windings are placed in between them. The direction of current in the compensating winding is opposite to the direction of current in the armature winding under pole phase. Now the compensating winding
produce an MMF which is equal and opposite to the armature winding, opposite to that produced by the armature winding. In this manner, compensating winding can cancel the effect of armature MMF under pole phase. Now the flux under pole is not distorted and arc and flashing are avoided. ഇനി അടുത്ത ആപ്ലിക്കേഷൻസ് ഓഫ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്, അതും കൂടി എഴുതുമ്പോഴേ ഈ നോട്ട്സ് ഫിനിഷ് ആവുള്ളൂ. ഞാൻ എഴുതാം, നിങ്ങൾ എഴുതിയെടുക്കണേ. ആപ്ലിക്കേഷൻസ് ഓഫ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് DC മെഷീൻസ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ആർമേച്ചർ സ്ലോട്ട്സിന്റെ ഇടയിലാണ്, ഇൻ ബിറ്റ്വീൻ ദ ആർമേച്ചർ സ്ലോട്ട്സിനാണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് പ്ലേസ് ചെയ്യുന്നത്. അപ്പം ഉറപ്പായിട്ടും നമ്മുടെ എക്കണോമിക്കൽ ആവില്ല, കുറച്ച് എമൗണ്ട് കൂടുതൽ തന്നെയായിരിക്കും, കോസ്റ്റ് കൂടുതൽ തന്നെയായിരിക്കും. അപ്പോൾ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് DC മെഷീൻ. ദേ ആർ യൂസ്ഡ് ഇൻ DC മെഷീൻ സബ്ജക്റ്റഡ് ടു ഹെവി ഓവർലോഡ്സ്. ഈ ഹെവി ഓവർലോഡ്സ് വരുമ്പോഴാണ് എന്താ ഫാസ്റ്റ് സ്വിച്ചിങ് കാരണം, ലോഡ് സ്വിച്ചിങ് കാരണം സഡൻ ആയിട്ടുള്ള സിവിയർ ഓവർലോഡ് കൊടുക്കുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ഓവർലോഡ് സ്വിച്ചിങ് കാരണം EMF ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഫ്ലക്സ് കൂടും. അപ്പൊ കറസ്പോണ്ടിങ് EMF ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. ദെൻ 30 to 40 വോൾട്ടിനേക്കാൾ കൂടുതലായിട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ആവും. അപ്പോഴാണ് ഫ്ലാഷ് ഓവർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവുന്നത്, ടെൻഡൻസി വരുന്നത്. അപ്പൊ ദേ ആർ യൂസ്ഡ് ഇൻ DC മെഷീൻ സബ്ജക്റ്റഡ് ടു ഹെവി ഓവർലോഡ്. അല്ലെ, ഹെവി ഓവർലോഡ് കൊടുക്കുന്ന DC മെഷീൻസിലേക്കാണ് നമ്മൾ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് കൊടുക്കുന്നത്. സച്ച് ആസ് ഇൻ സ്റ്റീൽ മിൽസ്, സ്റ്റീൽ മില്ലിലൊക്കെയാണ് വരിക. ആൻഡ് ഡിസൈൻ ഫോർ ലോ വോൾട്ടേജ് ആൻഡ് ഹൈ കറണ്ട്. പിന്നെ ലോ വോൾട്ടേജും ഹൈ കറണ്ടും വരുന്ന കേസുകളിലും കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് സിംപ്ലി ദ ആപ്ലിക്കേഷൻ ഓഫ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞത് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, പഠിക്കാണ്ട് പോകരുത് എക്സാമിന്. ദിസ് ഇസ് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ ആൻഡ് ഐ എം അർച്ചന. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമെന്റ് ചെയ്തോ, ഞാൻ ആൻസർ ചെയ്ത് തരുന്നതാണ്. ദെൻ താങ്ക് യു.